യെസ്, അർദ്ധ സെഞ്ചുറിയിലേക്ക് പോയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. അർദ്ധ സെഞ്ചുറി ചരിത്രം പിറക്കുകയാണ്. അതാണോ വി രാജേഷിന്റെ ആത്മവിശ്വാസം എന്നതാണ് അറിയേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളിൽ ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ഇനി കേവലം ഒരേ ഒരു സീറ്റിന്റെ അകലം മാത്രമാണ്. 5 പതിറ്റാണ്ടായി BJP-ക്കാർ ആഗ്രഹിക്കുന്ന സ്വപ്നം പൂവണിയാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങൾ, സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജയമുറപ്പിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് നേരത്തെ വി രാജേഷ് പറഞ്ഞത്. അതായത് എല്ലാ കണക്കുകൾ അപ്പുറത്തേക്കുള്ള ഒരു ആത്മവിശ്വാസം എന്തുകൊണ്ട് വി രാജേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന, ഇനി പുറത്തു വരാൻ ഇരിക്കുന്ന റിസൾട്ടുകളും BJP-ക്ക് അനുകൂലമാണെന്നുള്ള ഒരു പ്രവചനം കൂടി നടത്തുകയാണ് വി രാജേഷ്. അങ്ങനെയാണെങ്കിൽ ഇതാ ചരിത്രം എഴുതുന്നു. അത് തലസ്ഥാനം പിടിച്ചെടുക്കൊണ്ട് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നഗര കേന്ദ്രങ്ങളാണ്, യുവാക്കളാണ് എന്ന് പറഞ്ഞത് BJP സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല അമിത്ഷാ കൂടി കേരളത്തിൽ വന്നുകൊണ്ടാണ്. അത് കൊച്ചിയാണെങ്കിൽ, അത് തിരുവനന്തപുരം ആണെങ്കിൽ, കോഴിക്കോടാണെങ്കിലുള്ള നഗരങ്ങളായിരിക്കും ഹോട്ട്സ്പോട്ട്. 2026 മിഷന്റെ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് നഗര കേന്ദ്രങ്ങളിലെ വോട്ടുകൾ നേടിക്കൊണ്ട് യുവാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും ആ വോട്ട് ഷെയറിലേക്ക് എത്തുക എന്ന് പറഞ്ഞതിന്റെ തുടക്കമാണോ, ആ തുടക്കമാണോ ഈ തലസ്ഥാനത്ത് കാണുന്നത്? കഴിഞ്ഞ 5 വർഷം രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കോർപ്പറേഷൻ തിരുവനന്തപുരമായിരുന്നു. ആ തിരുവനന്തപുരം എന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ തലസ്ഥാനമാണ്. ആ തല പിടിക്കാനാണ് BJP കച്ചകെട്ടി ഇറങ്ങിയത്. അവിടെ ഇതാ 50 എന്ന വലിയ നമ്പറിലേക്ക് BJP എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അർദ്ധ സെഞ്ചുറി തികച്ചിരിക്കുന്നു BJP ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇനിയുള്ളത് ഒരേ ഒരു സീറ്റിന്റെ മാത്രം അകലം. ആ അകലം കൂടി മറികടക്കാനായാൽ BJP കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലേറാൻ പോകുന്നു എന്നുള്ളതാണ്. 5 പതിറ്റാണ്ടിലേറെയായി ഞങ്ങളുടെ പ്രവർത്തകരുടെ സ്വപ്നം, ആ സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത് എന്നതായിരുന്നു വി രാജേഷിന്റെ പ്രതികരണമായി അല്പസമയം മുമ്പ് വന്നത്. ആ സ്വപ്നം പൂവണിയുമോ എന്നതാണ് ഉറപ്പിച്ചു. കോഴിക്കോട് എന്ന് പറയാനും ഇടതുപക്ഷത്തിന് കഴിയാത്ത സാഹചര്യം. 28 എന്ന രീതിയിൽ ബാക്കി ഉണ്ടായിരുന്നതൊന്ന് കോഴിക്കോടായിരുന്നു. അപ്പുറവും ഇപ്പുറവും എല്ലാം UDF സ്വീപ്പ് നടത്തിയപ്പോൾ ആ കോഴിക്കോട് ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കോഴിക്കോട് പ്രധാനപ്പെട്ട LDF-ന്റെ സ്ഥാനാർത്ഥികളും തോറ്റ സാഹചര്യം ഉണ്ടായിരുന്നു. കോഴിക്കോട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. 28 എന്നുള്ള സ്ഥിതിയിൽ അവിടെ അങ്ങനെ തലസ്ഥാനത്ത് BJP ഒരിക്കൽ കൂടി പിടിമുറുക്കുമ്പോൾ കോഴിക്കോട് ഇഞ്ചോടിഞ്ചെങ്കിൽ തലസ്ഥാനത്ത് താമര വിരിയുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിന്റെ സാധ്യതകൾക്ക് തൊട്ടടുത്ത് നിൽക്കുന്നു BJP എന്നുള്ളതാണ്. ഒരേ ഒരു സീറ്റ്, ഒരു പക്ഷേ സ്വതന്ത്രരെയെങ്കിലും ഒപ്പം പിടിച്ചുകൊണ്ട് ഇത്തവണ ഭരണമുറപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു BJP എന്നാണ്. അതാണ് നേരത്തെ വി രാജേഷിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നത്. 50 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. BJP നേതൃത്വം നൽകുന്ന NDA ചരിത്രം കുറിക്കാൻ BJP തയ്യാറെടുക്കുന്നു. സംസ്ഥാന തലസ്ഥാനത്ത് ഇപ്പോഴിതാ ഭരണമുറപ്പിക്കാൻ BJP തയ്യാറെടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 5 മാസം മാത്രം അകലെ നിൽക്കെ ഭരണസിരാകേന്ദ്രമായി തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ NDA തയ്യാറെടുക്കുന്നു. അതിന്റെ സൂചനകൾ ആ മാന്ത്രിക സംഖ്യയിലേക്ക് BJP എടുക്കുന്നു. കേവലം ഒരേ ഒരു സീറ്റിന്റെ അകലം മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP-ക്കുള്ളത്. അങ്ങനെയെങ്കിൽ നേരത്തെ കേരളത്തിലെ BJP പ്രവർത്തകർ പറഞ്ഞത് സഫലമാകാൻ പോകുന്നു. രാജ്യ തലസ്ഥാനത്ത് നിന്ന് 45 ദിവസത്തിനകം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറന്നിറങ്ങുമെന്നാണ് BJP പ്രവർത്തകർ പറഞ്ഞത്. അപ്പോൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ മേയർ തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുമെന്നാണ് BJP പ്രവർത്തകർ പറഞ്ഞത്. ആ കാത്തിരിപ്പിന് വിരാമമാവുകയാണോ? 45 ദിവസത്തിനകം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP മുന്നോട്ട് വെച്ചത്? ആ വാഗ്ദാനങ്ങളെ തിരുവനന്തപുരത്തെ ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നു എന്നതാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന? നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ്, വികസനം ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ്, ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലാണ് BJP-ക്ക് വേരോട്ടമുള്ള തിരുവനന്തപുരത്ത് ഭരണത്തിലേക്ക് കയറാൻ BJP ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ചരിത്രമായി മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. ഈ കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം ആദ്യമായി BJP അധികാരത്തിലേറാൻ അവസരം. ആ ചരിത്ര വിജയം 33 വാർഡുകൾ, 2020-ലെ 33 വാർഡുകളിൽ നിന്ന് ഇപ്പോൾ നടത്തിയിരിക്കുന്ന വലിയ കുതിപ്പ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസന അജണ്ടയ്ക്ക് ജനങ്ങൾ നൽകിയിരിക്കുന്ന അംഗീകാരമാണ് എന്ന് നേരത്തെ വി രാജേഷ് അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുൻ DGP R ശ്രീലേഖയുടെ ശാസ്തമംഗലം വാർഡിലെ വിജയമടക്കം BJP-ക്ക് പ്രമുഖരുടെ വിജയങ്ങളുണ്ട്. നമുക്ക് വി അരുൺ
ഇപ്പോൾ BJPയുടെ ഓഫീസിലാണുള്ളത്. അരുൺ, നേരത്തെ VV രാജേഷിന്റെ ഒരു പ്രതികരണം വിജയത്തിന് തുല്യമായിരുന്നു. പക്ഷേ ഒന്നെങ്കിലൊന്ന്, കാരണം തിരുവനന്തപുരത്ത് അത് പ്രധാനപ്പെട്ടതാണല്ലോ. ഒരു സീറ്റ് 50-ലേക്ക് എത്തുന്നു, 51-ന് ഒരു സീറ്റ് കൂടി വേണം എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. പക്ഷേ അത് നേടിയതുപോലെയുള്ള ഒരു ശരീരഭാഷയായിരുന്നു VV രാജേഷിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്താണ് അവിടുത്തെ ചർച്ചകൾ? തീർച്ചയായിട്ടും വളരെ പക്വമായ ഒരു പ്രതികരണമാണ് BJPയുടെ നേതാക്കളിൽ ഉണ്ടാകുന്നത്. കാരണം അവർ നേരത്തെ തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴും ഒരു ആവേശകരമായ ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ ഇവിടെ ഒരു ആഘോഷത്തിനോ ഒന്നും അവർ തയ്യാറായില്ല. കേവല ഭൂരിപക്ഷം 51 എന്ന മാജിക്കൽ ഫിഗറിലേക്ക് എത്തട്ടെ നിലപാടായിരുന്നു. 50 അടുക്കുമ്പോഴാണ് VV രാജേഷ് BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പേരുകളിൽ പ്രധാനപ്പെട്ട ഒരാൾ BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ഇവിടേക്ക് വന്നത്. രാജേഷാണ് അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണം. അല്പസമയത്തിനും BJPയുടെ വിജയയാത്ര ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെ കൊണ്ട് നിയുക്ത കൌൺസിലർമാരെ കൊണ്ട് യാത്ര അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുവരെ ഒരു വലിയ ആഘോഷമൊന്നും BJP ക്യാമ്പിൽ ഉണ്ടായില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ VV രാജേഷ് തങ്ങൾ കൌൺസിൽ രൂപീകരിക്കുമെന്ന ഒരു ഉറപ്പ് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല. ഏതായാലും 50 എന്ന പ്രധാനപ്പെട്ട 100 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ പകുതി BJP ജയിച്ചിരിക്കുന്നു. അതായത് അവർ ഭരണം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയണം. കൂടുതൽ നേതാക്കളും പ്രവർത്തകർക്കും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP ഒരുപക്ഷെ അവർ പ്രതീക്ഷയിൽ അപ്പുറത്തേക്കുള്ള വിജയത്തിലേക്ക് പോകുന്നു. ഒരു ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നൊരു പ്രതീക്ഷയൊക്കെയാണ് BJP ആദ്യ ഘട്ടങ്ങളിൽ മുന്നോട്ട് വച്ചത്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് അവർ വലിയ മുന്നേറ്റം നടത്തുന്നു. BJP അക്ഷരാർത്ഥത്തിൽ വലിയൊരു വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ചരിത്രം രചിക്കുകയാണ് BJP. അതിന്റെ ആഘോഷം സ്വാഭാവികമായും അവരുടെ ക്യാമ്പുകളിലെല്ലാം ഉണ്ടാകും. അല്പസമയത്തിനകം കൂടുതൽ പ്രവർത്തകർ നേതാക്കളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ഇതൊക്കെ BJPയുടെ വിജയിച്ച പ്രവർത്തകരടക്കമുള്ളവർ, വാർഡ് വിജയിച്ച പ്രവർത്തകരടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. നേതാക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ ഇവിടെ ഉണ്ട്. എങ്ങനെയാണ് നേരത്തെ ഒരു രാഷ്ട്രീയ ആശങ്ക കൂടി ഇപ്പോൾ VV രാജേഷ് പങ്കുവച്ചത്? APC അധ്യക്ഷൻ പറഞ്ഞത് BJP അധികാരത്തിൽ മാറ്റി നിർത്താൻ എന്തും ചെയ്യാൻ തയ്യാറാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവിക ഇടതുമുന്നണിയും കോൺഗ്രസും ഒരുമിച്ച് ഇവിടെ നിൽക്കുമോ എന്ന ചോദ്യമാണ്. അതൊന്നും പാടില്ല. ജനങ്ങൾ നൽകിയ യെസ്, അതാണ് തിരുവനന്തപുരത്തെ BJPയുടെ പാർട്ടി ആസ്ഥാനത്തേക്ക് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം പ്രവർത്തകരും അണികളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം എന്ന് പറയുമ്പോഴും ഭരണത്തിലേക്ക് കയറാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷ കൂടി BJP പങ്കുവെക്കുകയാണ്. കാരണം 50 സീറ്റുകളിൽ ഇപ്പോൾ BJP മുന്നിട്ട് നിൽക്കുകയോ വിജയിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നതാണ് തിരുവനന്തപുരത്തെ പല പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലും അത് പിടിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ കണക്കൊക്കെ വരുമ്പോൾ അത് ചെട്ടിവിളാകം എസ്റ്റേറ്റ്, നേമം, പൊന്നുമംഗലം, മേലാങ്കോടും, മനക്കാട്, ശ്രീകണ്ഠേശ്വരം, അങ്ങനെ ഈ പ്രദേശങ്ങളിലൊക്കെ BJPക്ക് അത് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. യെസ്, ഒപ്പം ഒരു കാര്യം ചേർക്കാനുള്ളത് കോഴിക്കോട് കോർപ്പറേഷനും ഇടതുപക്ഷത്തെ കൈവിടുകയാണോ കൈ പിടിക്കുകയാണോ UDFന്റേത് എന്ന സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇതുവരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ അവിടെ ഇടതുപക്ഷം ഇഞ്ചോടിഞ്ച് എങ്കിലും പോരാടി മുന്നിൽ നിൽക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് മറികടക്കുന്നു എന്നുള്ളതാണ്. ഇതാ കോഴിക്കോട് 30-30 എന്ന നിലയിൽ